മന്ത്രി വി എൻ വാസവൻ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പ്രദേശം സന്ദർശിച്ചു. ഇന്ന് അർദ്ധരാത്രിയോടെ പുറംകടലിലെത്തുന്ന കൂറ്റൻ മദർഷിപ്പ് നാളെ തുറമുഖത്തെത്തും. വെള്ളിയാഴ്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കപ്പലിന് സ്വീകരണം നൽകുക. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്തൊക്കെയാണ് മന്ത്രി വാസവൻ പറഞ്ഞത്? വേണു, ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് അതിന്റെ സുപ്രധാനമായ ഒരു സ്ഥലത്താണ്. അതായത് ഇക്കാണുന്നതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ യാർഡ്. നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി മലയാളികളുടെ ഏതാണ്ട് പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പാണ് നാളെ രാവിലെ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. സാൻ ഫെർണാണ്ടോ നാളെ രാവിലെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കും എന്നുള്ളതാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. 2000 കണ്ടെയ്നറുകളുമായിട്ടാണ് മെർസ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കുന്നത്. പക്ഷേ ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ഏറ്റവും വലുപ്പമുള്ള കപ്പലുകളിലൊന്ന്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ വേണു നമ്മൾ ഇങ്ങനെ കാണുമ്പോഴാണ് അതിനകത്തൊരു ചെറുതായി ഫീൽ ചെയ്യുന്നത്. ഇതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ, അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്ന വിഴിഞ്ഞം പോർട്ടിന്റെ യാർഡ്. ഇവിടെ ഏതാണ്ട് 8 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും ഏതാണ്ട് 23 യാർഡ് ക്രെയിനുകളുമുണ്ട്. ആ ക്രെയിനുകളാണ് നമ്മൾ കണ്ടത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഷെൻഹുവ കപ്പലുകളിൽ നിന്ന് ചൈനയിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചുറപ്പിച്ചതാണ്. ഈ ക്രെയിനുകളായിരിക്കും വിഴിഞ്ഞത്തേക്ക് എത്തുന്ന കപ്പലുകളിൽ നിന്നും കണ്ടെയ്നറുകൾ പുറത്തേക്ക് ഇറക്കുക. അതിൽ 2 തരം നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ യാർഡ് ക്രെയിനുകളും ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും. ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ പുറത്തേക്ക് ഇറക്കും. അതേപോലെ തന്നെ യാർഡ് ക്രെയിനുകൾ യാർഡിലെ കണ്ടെയ്നറുകളുടെ മൂവ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിക്കും. ഏതായാലും സാൻ ഫെർണാണ്ടോ എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. നാളെ 7:45 പുറംകടലിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട യാത്ര, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ പരിപാടികൾ നാളെ വിഴിഞ്ഞം തുറമുഖത്തെ പ്രത്യേക വേദിയിൽ ഒരുക്കുന്നുണ്ട്. ഒരു ദിവസം കപ്പലിന് വിശ്രമമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നാളെ രാവിലെ 10 മണിയോടുകൂടി വിഴിഞ്ഞം പോർട്ടിൽ ഈ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പിന് വലിയ സ്വീകരണം നൽകും. ടഗ് ബോട്ടുകൾ, വാട്ടർ സല്യൂട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. മുഖ്യമന്ത്രിയും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയും അദാനി പോർട്ട് അധികൃതരും വിസിൽ അധികൃതരും ചേർന്ന് സ്വാഗതം ചെയ്യും. ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഇതിന് തൊട്ടു പിന്നാലെ, സാൻ ഫെർണാണ്ടോയ്ക്ക് തൊട്ടു പിന്നാലെ 2 ഫീഡർ കപ്പലുകൾ എത്തി ചരക്കുകൾ മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും. സെപ്റ്റംബർ വരെ നിരവധി മദർഷിപ്പുകളും ഫീഡർ ഷിപ്പുകളും ചരക്ക് നീക്കത്തിന് വിഴിഞ്ഞത്തെത്തുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും നമുക്കറിയാം, MSC ഐറിന അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ കടക്കം വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കാൻ കഴിയും. കാരണം അതിന്റെ സ്വാഭാവിക ആഴമടക്കമുള്ള കാര്യങ്ങളാണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം. 2000 ആലോചന തുടങ്ങി, 2013 പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി നേടി, 2015 നിർമ്മാണം തുടങ്ങി. ശേഷം നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നത്. ഓഖിയും അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമവും കോവിഡും ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം സമരം അടക്കമുള്ള കാര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മലയാളികളുടെ ഏറ്റവും വലിയ സ്വപ്നം, ഒരുപക്ഷെ നീണ്ട കാലത്തെ കാത്തിരിപ്പ്, ലോകത്തെ അല്ലെങ്കിൽ ലോക സംബന്ധിച്ച് വിഴിഞ്ഞം തുറമുഖം വഴി കേരളത്തെ കപ്പൽ വ്യാപാരത്തിൽ ഏറ്റവും നിർണായകമായ പോയിന്റാക്കി മാറ്റുന്ന വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രയൽ റൺ നാളെ നടക്കും. കൂറ്റൻ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ നാളെ രാവിലെ 8 മണിക്ക് ശേഷം വിഴിഞ്ഞത്തേക്ക് പുറംകടലിൽ നിന്ന് അടുക്കും. വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഏതാണ്ട് 10 മണിക്ക് ശേഷം എത്തും. ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഈ ക്രെയിൻ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാൻ കഴിയും. കൂറ്റൻ കണ്ടെയ്നറുകൾ, ഏതാണ്ട് 7000-ഓളം കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യഘട്ടത്തിൽ, അതായത് നിലവിൽ ഇപ്പോൾ ഇറക്കാൻ കഴിയും എന്നുള്ളതാണ് അധികൃതർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 മദർഷിപ്പുകൾക്ക് ഒരേ സമയം വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കാൻ കഴിയും. ലോകത്തെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ കപ്പലായ MSC ഐറിനയ്ക്കടക്കം വിഴിഞ്ഞത്തേക്ക് എത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള സ്വാഭാവിക ആഴമടക്കം വിഴിഞ്ഞത്തുണ്ട്. ആ പ്രത്യേകതകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ പോർട്ട് എന്നുള്ള സവിശേഷത കൂടി നേടിയായിരിക്കും വിഴിഞ്ഞം രാജ്യത്തെ ഭൂപടത്തിൽ, ഇന്ത്യൻ കപ്പൽ വ്യാപാരത്തിന്റെ, ലോക കപ്പൽ വ്യാപാരത്തിന്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ പോവുക. ഏതായാലും വേണു, ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം ബാക്കി. അവസാന നിമിഷത്തെ ഒരുക്കങ്ങൾ മന്ത്രി വി എൻ വാസവൻ അടക്കമുള്ള ആളുകൾ നേരിട്ടെത്തി വിലയിരുത്തി. ഇനി സാൻ ഫെർണാണ്ടോ അടുത്താൽ മാത്രം മതി. സാൻ ഫെർണാണ്ടോയെ സ്വീകരിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും വിഴിഞ്ഞം തുറമുഖത്ത് ഇതിനോടകം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. പല പ്രത്യേകതകൾ കൊണ്ട് വിഴിഞ്ഞം തുറമുഖം ഒരുപക്ഷെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിന്റെ തന്നെ കപ്പൽ വ്യാപാര ബന്ധ മേഖലയിലടക്കം വലിയ തരത്തിൽ അടയാളപ്പെടുത്തും. കേരളത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ തെക്കൻ കേരളത്തെ സംബന്ധിച്ച് വികസനത്തിന്റെ പുതിയ മാതൃക, കാലങ്ങളായി നമ്മൾ സ്വപ്നം കണ്ട സ്വപ്ന പദ്ധതി വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവുകയാണ്. ട്രയൽ റണ്ണിന് ഒരുങ്ങുകയാണ്. തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ കമ്മീഷനിംഗ് ഉണ്ടാകുമെന്ന് അല്പസമയം മുൻപ് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി. അങ്ങനെ എല്ലാ തരത്തിലും മലയാളികളെ സംബന്ധിച്ച് അഭിമാനിക്കാൻ കഴിയുന്ന, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ മറ്റു പോർട്ടുകളെക്കാൾ പക്ഷേ വലിയ രീതിയിൽ സ്വാധീന ശക്തിയാകാൻ പോകുന്ന കൊളംബോയ്ക്കടക്കം ഏറ്റവും അധികം അടുക്കാൻ കഴിയുന്ന ഒരു പോർട്ടായി വിഴിഞ്ഞം തുറമുഖം മാറും. നാളെ രാവിലെ സാൻ ഫെർണാണ്ടോയെ തുറമുഖത്തേക്ക് സ്വീകരിച്ച ട്രയൽ റൺ നടത്തും. വേണോ?
ഷഫീദ് റൌത്തറാണ് വിഴിഞ്ഞത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേർന്നത്.